അതേ ടോപ്പ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ജീൻസിനൊക്കെ അടിപൊളിയാണല്ലേ? എന്നാൽ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി പഴയ ഷർട്ട് വല്ലതും കിട്ടുമോ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി ഷർട്ട് കിട്ടി. പക്ഷെ നല്ല ഷർട്ടൊക്കെയാണ് കേട്ടോ. അത് കൊള്ളാണ്ട് അവിടെ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് ഈ ഷർട്ട്. അപ്പോൾ അതെടുത്ത് നന്നായി ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്ത് ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടൺസൊക്കെ ഇട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായി കട്ട് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കോളറിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കോളറിന് ഒരു ഇഞ്ച്, അര ഇഞ്ച് ഒന്ന് താഴ്ത്തി കട്ട് ചെയ്യണം കേട്ടോ. ആ പോർഷൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ ആ താഴെയുള്ള ഭാഗമില്ലേ, ഷർട്ടിൻ്റെ താഴെ പറയുമ്പം അത് കേർവായിട്ട് നിൽക്കണ ഭാഗമാണ്, അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. പിന്നെ സ്ലീവ് ഇപ്പോൾ ഞാൻ 3/4 സ്ലീവാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്തൊക്കെ കുറച്ചെടുക്കുകയാണ്. ഷർട്ടിൻ്റെ ഫുൾ സ്ലീവൊക്കെ ഭയങ്കര ലെങ്ത്ത് കൂടിയതായിരുന്നു, അതായത് ഫുൾ സ്ലീവ് നമുക്ക് ആവശ്യമില്ല. 3/4 അളവിലാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഇതിന് ഏത് ടൈപ്പ് ഷർട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഏത് ടൈപ്പ് ഷർട്ടായാലും ഈ മോഡലിൽ ചെയ്യണമെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ജീൻസിനൊക്കെ പെറയ അടിപൊളിയാണ് കേട്ടോ ഇതേപോലുള്ള മോഡൽ ടോപ്പ്. അതിന് ഷർട്ട് യൂസ് ചെയ്തതിനൊന്നും ഷർട്ടാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എന്നിട്ട് അതിൻ്റെ ബട്ടൺസൊക്കെ ഉള്ള ഭാഗം അങ്ങോട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. അത് ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരു ക്രോസ് പീസ് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അവിടെ എലാസ്റ്റിക് വെച്ച ശേഷം അതിൻ്റെ അടിയിൽ കയറ് പോലെയൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ ലെങ്ത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാകുമ്പോൾ നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ ജീൻസിനൊക്കെ പറയാൻ അടിപൊളിയായിട്ട്. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക.